ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലെ ജഗൻമോഹൻ പാലസിൻ്റെ മുന്നിലാണ്. മൈസൂർ രാജാക്കന്മാരായ വൊഡെയർ രാജാക്കന്മാരുടെ ആദ്യകാല വസതിയാണ് ഈ കൊട്ടാരം. പിന്നീടാണ് മൈസൂർ പാലസ് നിർമ്മിക്കുകയും അവർ അങ്ങോട്ടേക്ക് താമസം മാറുകയും ചെയ്തിട്ടുള്ളത്. അവസാനമായി ഇവിടെ താമസിച്ച മഹാരാജ കൃഷ്ണരാജ വൊഡെയറാണ് കൊട്ടാരത്തെ ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള ആർട്ട് ഗാലറിയാക്കി മാറ്റിയത്. അദ്ദേഹം തന്നെയാണ് ഈ കൊട്ടാരത്തിന്റെ പേര് മാറ്റി ശ്രീ ജയരാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്നാക്കി മാറ്റിയത്. നമുക്ക് കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ച് കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. സ്വദേശീയരും വിദേശീയരുമായിട്ടുള്ള ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള 2000-ലധികം പെയിന്റിങ്ങുകളും ലിയോനാർഡോ ഡാവിഞ്ചി ചിത്രങ്ങളും കൂടാതെ രാജാ രവിവർമ്മ വരച്ചിട്ടുള്ള 16ഓളം ചിത്രങ്ങളും ഇവിടെ പ്രദർശനത്തിനായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊട്ടാര സദസ്സിന്റെ പെയിന്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈസൂർ പാലസിൽ നിന്ന് ഇവിടേക്ക് 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ലക്ഷ്മി വിലാസ് റോഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 20 രൂപയാണ് എൻട്രി ഫീസ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് പ്രവേശന സമയമുള്ളത്. അരിമണിയിൽ തീർത്ത ആർട്ട് പെയിന്റിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയി കിടക്കുന്ന മഹാവിസ്മയം എന്ന് പറയുന്നത്. നമുക്ക് മാഗ്നിഫയറിലൂടെ മാത്രമേ ആ ദൃശ്യം കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 3 നിലകളായിട്ടാണ് കൊട്ടാരം പണിതിട്ടുള്ളത്. നമുക്ക് മുകളിലത്തെ ഭാഗത്തേക്കൊന്ന് പോയി വരാം. 3ാമത്തെ നിലയിലേക്കൊന്ന് കയറി നോക്കിയിട്ട് വരാം. പണ്ടുകാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല സാമഗ്രികളും അതുപോലെ തന്നെ സോഫ സെറ്റുകൾ, ഇരിപ്പിടങ്ങൾ, അതുപോലെ ഡൈനിങ് ടേബിളുകളൊക്കെയാണ് മുകൾ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരത്തിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരുമ്പോഴാണ് മുൻവശത്തുള്ള ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ മുൻഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ രാത്രി നടക്കാനിരിക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ബീസ് ട്രാവൽ വേൾഡ് യാത്ര തുടരുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.